ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, മരണത്തിൻ്റെ സമയത്ത് ഒരാൾ ശരീരം വിട്ടുപോകുന്ന പ്രത്യേക നിമിഷത്തിൽ അയാൾ ഈശ്വരനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഈശ്വരനെ തന്നെ പ്രാപിക്കുന്നുവെന്ന്, തീർച്ചയായിട്ടും അയാൾക്ക് മുക്തി ലഭിക്കുന്നുവെന്ന്. രസകരമായൊരു സംഭവം പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു നാട്ടിൽ ഒരു ദുഷ്ടൻ ജീവിച്ചിരുന്നു. വളരെയധികം ദുഷ്ടനായ മനുഷ്യൻ. ഇഷ്ടം പോലെ പൈസയുണ്ട്, പക്ഷെ ഭയങ്കര പിശുക്കനാണ്. ആർക്കും ഒരു നന്മയും ചെയ്യില്ല. എല്ലാവരോടും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. നമുക്കറിയാവുന്ന എല്ലാ ദുഷ്ട സ്വഭാവങ്ങളും ഇയാൾക്കുണ്ട്. ഈശ്വരനോ ഭക്തിയോ മുക്തിയോ ഒന്നും ഇയാളുടെ ചിന്തയിലില്ലായിരുന്നു. കാരണം ഇയാൾക്കറിയായിരുന്നു, മരിക്കുന്ന സമയത്ത് ശരീരം വിട്ടുപോകുന്ന നിമിഷത്തിൽ ഈശ്വരനെക്കുറിച്ച് ആലോചിച്ചാൽ, ഈശ്വരനെ തന്നെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ മുക്തി ലഭിക്കുമെന്ന്. അപ്പോൾ അയാൾ പറയുന്നത്, മരിക്കുന്ന നിമിഷം ഈശ്വരനെക്കുറിച്ച് ആലോചിച്ചാൽ പോരെ, അതുവരെ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അയാൾ എങ്ങനെ ജീവിച്ചിരുന്നോ അങ്ങനെ തന്നെ അയാളുടെ ജീവിതം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. ഇയാൾക്ക് പ്രായമായി തുടങ്ങി. ഇയാളുടെ ശക്തിയും ആരോഗ്യമൊക്കെ പതുക്കെ പതുക്കെ മോശമായി തുടങ്ങി. ഇനി ഒരുപാട് നാൾ തനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അന്ന് അയാൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ, ശ്രീനാരായണൻ്റെ ഒരു ചിത്രമെടുത്ത് വീടിൻ്റെ വരാന്തയിലിരുന്നു നാരായണ നാരായണ എന്ന് ജപിക്കാൻ തുടങ്ങി. രാവിലെ മുതൽ വൈകുന്നേരം വരെ നാരായണ നാരായണ, വേറൊന്നും അയാളുടെ നാവിൽ നിന്നും വരില്ല. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാൾ നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യാചകൻ വന്നു. യാചകൻ ചോദിച്ചത് കുറച്ച് ഭക്ഷണവും കുറച്ച് വസ്ത്രങ്ങളുമാണ്. യാചകൻ്റെ ആവശ്യങ്ങൾ കേട്ടപ്പോൾ അയാളുടെ വീട്ടിലെ ജോലിക്കാരൻ ഭക്ഷണവും വസ്ത്രങ്ങളും യാചകൻ കൊടുത്തു. ഇതെല്ലാം വരാന്തയിലിരുന്ന് ഇയാൾ കാണുന്നുണ്ട്. പെട്ടെന്നാണ് അയാൾ ശ്രദ്ധിക്കുന്നത്, ജോലിക്കാരൻ എടുത്തു കൊടുത്തത് അയാളുടെ പുതിയ വസ്ത്രങ്ങളാണെന്ന്. പെട്ടെന്ന് ഒരുപാട് ദേഷ്യത്തോടെ ഇയാൾ ജോലിക്കാരനെ വഴക്ക് പറഞ്ഞു. പുതിയ വസ്ത്രങ്ങളാണോ എടുത്തു കൊടുക്കുന്നത്, പഴയതെടുത്ത് കൊടുത്തൂടെ, മണ്ടൻ. ഠും. മണ്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ മരിച്ചുപോയി. പറയുന്നത് അയാൾ മണ്ടനായി ജനിച്ചു എന്നാണ്. നോക്കൂ, ഈ കഥ സത്യമാണോ അല്ലയോ എന്നതിന് പ്രസക്തിയില്ല. ഇങ്ങനൊരു സംഭവം നടന്നാലെന്ത്, നടന്നില്ലെങ്കിൽ എന്ത്? ഇമ്പോർട്ടൻസ്, പ്രാധാന്യം കഥ തരുന്ന സന്ദേശത്തിനാണ്. മരണത്തിൻ്റെ സമയത്ത്, ശരീരം വിട്ടുപോകുന്ന സമയത്ത് ഈശ്വരനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും മുക്തി ലഭിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് സത്യമാണ്. പക്ഷേ മരണത്തിൻ്റെ നിമിഷത്തിൽ, ആ ക്രൂഷ്യൽ മൊമെൻറ്റിൽ ഈശ്വരനെ സ്മരിക്കണമെങ്കിൽ ജീവിതത്തിൽ മുഴുവനും അയാൾ ഈശ്വരനെ സ്മരിച്ചിട്ടുണ്ടാവണം. അല്ലാത്തൊരാൾക്ക്, തെറ്റുകളും വൃത്തികേടുകളും ചെയ്തു നടന്നൊരു മനുഷ്യന് മരണത്തിൻ്റെ മൊമെൻറ്റിൽ, ആ ക്രൂഷ്യൽ മൊമെൻറ്റിൽ ഈശ്വരനെ സ്മരിക്കാൻ സാധിക്കില്ല. അത് അസാധ്യമാണ്. ഈശ്വരനേക്കാൾ സ്മാർട്ടാകാമെന്ന് ആരും ചിന്തിക്കരുത്. അതൊരു മണ്ടത്തരമാണ്. അതിനാർക്കും സാധിക്കില്ല. അന്തകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കലേവരം യഃ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടുപോകുന്നവൻ എന്നെ തന്നെ പ്രാപിക്കുമെന്നതിൽ സംശയമില്ല.